يبتغون في أموالهم لا يبتغون في أموالهم الربا. അവരുടെ സമ്പത്ത് കൊണ്ട് പലിശയ്ക്ക് വേണ്ടി ചെലവ് ചെയ്യാത്തവരാണ്. പലിശയുണ്ടാക്കാൻ വേണ്ടി, കോടികൾ സമ്പാദിക്കാൻ വേണ്ടി ഹലാലായ സമ്പത്തുകളെ പലിശയ്ക്ക് കൊടുത്തിട്ട് അതിന്റെ വിഹിതം പറ്റി തിന്നുന്നവരെ, വല്ലാഹി തമ്പുരാനെ തന്നെയാണ് സത്യം, നാളെ ആഖിറം നിനക്ക് നഷ്ടമാണടാ. ഹദീറത്തുൽ ഖുദ്സ് നിനക്ക് നഷ്ടമാണടാ. നാളെ അർശിന്റെ തണല് നിനക്ക് പ്രതീക്ഷയെ വേണ്ട. നിന്റെ തലയ്ക്ക് മീതെ സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോ, ഗർജിച്ചു നിൽക്കുന്ന സൂര്യൻ നിന്നെ കാർന്ന് തിന്നുമ്പോ, അല്ലാഹുവിന്റെ ആരിഫീങ്ങൾക്ക്, ഔലിയാക്കന്മാർക്ക്, സാലിഹീങ്ങൾക്ക് അല്ലാഹു തആല അർശിന്റെ തണല് നൽകുമ്പോ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തണല് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തത് ലാ യബ്തഗൂന ഫീ അംവാലിഹിം അർരിബാ. അവരുടെ സമ്പത്ത് പലിശയ്ക്ക് വേണ്ടി ചെലവ് ചെയ്യാത്തവരാണ്. അങ്ങോട്ട് കൊടുത്തിട്ട് 10 കൊടുത്തിട്ട് 20 ഇങ്ങോട്ട് വാങ്ങുന്നവർ, 10,000 കൊടുത്തിട്ട് 1000 വെച്ച് വാങ്ങുന്നവർ, ലക്ഷം കൊടുത്തിട്ട് 10,000 വാങ്ങുന്നവർ, പലിശ തിന്നല്ല മക്കളെ, പലിശ തിന്നല്ല മക്കളെ. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ പണം ആർക്കെല്ലാം കൊടുക്കുന്നുവോ, പലിശ തിന്നുന്നവന്റെ സമ്പാദ്യത്തിൽ നിന്ന് ആരെല്ലാം ഭക്ഷണം കഴിക്കുന്നുവോ അവരെല്ലാവരും പലിശയുടെ പൊടിയുടെ ഒരു ഭാഗമായി തീരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ? ലം യൽഹർ ഫീ ഖൗമിൻ അർരിബാ ഇല്ലാ ഉഖിദു ബിസ്സിനാ. മഴയില്ല, മഴയില്ല, വെള്ളമില്ല, വെള്ളമില്ല. വർഷങ്ങളായി മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്ത ചരിത്രം കേരളത്തിൽ കഴിഞ്ഞ വർഷങ്ങളിലല്ലേ ഉണ്ടായിരുന്നത്? ആയിരിക്കട്ടെ, എത്രയോ തങ്ങന്മാരും ഔലിയാക്കന്മാരും ആരിഫീങ്ങളും ദുആ ചെയ്തപ്പോ ഈ വർഷത്തിൽ നമുക്ക് 20 വർഷത്തേക്കാളേറെ മഴ ലഭിച്ചില്ലേ? എന്നിട്ട് കാസർഗോഡ് ജില്ലയിൽ വെള്ളമില്ലല്ലോ. എത്ര കുഴൽക്കിണറുകളാണുള്ളത്. ആ കുഴൽക്കിണറുകൾ 350 അടി അടിച്ചിട്ട് പോലും വെള്ളമില്ലാതെ ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടില്ലയോ? എത്ര കിണറുകളാണ് പറ്റി വരണ്ടു പോയത്? എത്ര തടാകങ്ങളാണ് ഉണങ്ങിക്കിടക്കുന്നത്? എത്ര സസ്യലതാദികളും വൃക്ഷലതാദികളുമാണ് കരിഞ്ഞ് തകർന്നുകൊണ്ടിരിക്കുന്നത്? കാലികൾക്ക് വെള്ളമില്ല, കുഞ്ഞുമക്കൾക്ക് വെള്ളമില്ല, ശൗചം ചെയ്യാൻ വെള്ളമില്ല, ഒന്നുപെടുക്കാൻ വെള്ളമില്ല. പണം കൊടുത്തിട്ട് വെള്ളം വാങ്ങുകയാണ്. നമ്മുടെ നാട്ടിലൂടെ ഒഴുകുന്ന പുഴകളിലെ വെള്ളം മാലിന്യമാണ്. കുളിക്കാൻ കഴിയുന്നില്ല, കുടിക്കാൻ കഴിയുന്നില്ല, വസ്ത്രം ശുദ്ധിയാക്കാൻ കഴിയുന്നില്ല. നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസിലേക്കൊന്ന് തിരിഞ്ഞു പോകണേ. അറബികൾ പോലും ഈ കേരളക്കരയെ കുറിച്ച് പ്രശംസിച്ചിട്ടില്ലയോ? ബഹുമാനപ്പെട്ട മാലിക് ദിനാറിന് ശേഷം ഏറ്റവും വലിയ മഹാനല്ലയോ അടങ്ങിയിരിക്കുന്ന സമർക്കന്ദിൽ നിന്ന് വന്നു പഠിച്ച ബഹുമാനപ്പെട്ട മഹാനവറുകൾ ഉമർ സമർക്കന്ദി റഹ്മഹുല്ലാഹ്. മാലിക് ദിനാറിന് ശേഷമുള്ള 2ാം സ്ഥാനത്തിന് അർഹനല്ലയോ? ഈ കാസർഗോഡിന്റെ മണ്ണിൽ വന്ന് അന്ത്യവിശ്രമം കൊള്ളുമ്പോ ഇവിടെ നിന്നല്ലേ ഈ കേരളക്കരയിൽ പോലും, ഈ ഇന്ത്യ രാജ്യത്തിന് പോലും ദീനിന്റെ തുടക്കമെങ്കിൽ മഹാന്മാരുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ ഈ മണ്ണിൽ വെള്ളമില്ല. 6ാം നൂറ്റാണ്ടിലേക്ക് നിങ്ങളൊന്ന് മടങ്ങി പോകണമേ. എന്തേ വെള്ളമില്ലാത്തത്? മഹാന്മാരുടെ കുറ്റം കൊണ്ടാണോ? ദർസില്ലാത്തതിന്റെ പേരിലാണോ? നമസ്കാരത്തിന് ആളില്ലാത്തതിന്റെ പേരിലാണോ? പള്ളികളുടെ കുറവ് കൊണ്ടാണോ? അല്ല. നമസ്കാരമുള്ള ചെറുപ്പക്കാരാ, തൊപ്പി വെച്ച ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ നാമം ചൊല്ലി 24 മണിക്കൂർ തസ്ബീഹ് ഉരുട്ടുന്ന ചെറുപ്പക്കാരാ, നീ സമ്പാദ്യത്തിൽ കുറച്ച് ന്യൂനത വന്നു പോയപ്പോ നിന്റെ സമ്പാദ്യം അധികരിപ്പിക്കുന്നതിന് വേണ്ടി ദിർഹമുകളും ദിനാറുകളും പലിശയ്ക്ക് കൊടുത്തില്ലേ? ആ പലിശയ്ക്ക് കൊടുത്ത പൈസ വാങ്ങാൻ വേണ്ടി ആഴ്ച തോറും നീ കറങ്ങി നടക്കാറില്ലേ? അത് നാട്ടിലൂടെ വ്യാപിച്ചില്ലേ? ഇല്ല. ഉഖിദു ബിസ്സിനാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ? എത്ര നമസ്കരിച്ചാലും, എത്ര നോമ്പ് പിടിച്ചാലും, എത്ര ദാനധർമ്മങ്ങൾ ചെയ്താലും, ഏത് നാട്ടിൽ പലിശ വ്യാപിക്കുന്നുവോ, അധികരിക്കുന്നുവോ, ആ നാട്ടിൽ ഞാൻ മഴ നൽകുകയില്ല, ആ നാട്ടിൽ ഞാൻ വെള്ളം നൽകുകയില്ല, ആ നാടിനെ ഞാൻ ക്ഷാമം കൊണ്ട് പരീക്ഷിക്കുമെന്ന് നബിയുനാ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
പലിശ ഒഴിവാക്കിയിട്ടൊന്ന് ദുആ ചെയ്തു നോക്ക്. നാളെ അല്ലാഹു നമുക്ക് ഇട നൽകും. വല്ലാഹി തമ്പുരാന് തന്നെയാണ് സത്യം. ആണയിട്ട് ഞാൻ പറയുകയാണ്, ഈ പലിശ സമ്പ്രദായം വലിച്ചെറിഞ്ഞത് ആദരവായ റസൂലുള്ളാഹി തങ്ങളല്ലേ. ലോകത്തെ ഏറ്റവും വലിയ കൊള്ള പലിശക്കാരൻ ആരായിരുന്നു എന്ന് പറയട്ടെയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു ആയിരുന്നില്ലേ? ഫത്ഹ് മക്കയുടെ ദിവസത്തിൽ, മക്കം ഫത്ഹിന്റെ ദിവസത്തിൽ ആദ്യമായി അല്ലാഹുവിന്റെ റസൂൽ നടത്തിയ പ്രഖ്യാപനം എന്തെന്ന് പറയട്ടെയോ? കുല്ലു റിബാ മൗലൂൻ തഹത ഖദമി ഹതൈൻ. എന്റെ രണ്ട് കാലിന്റെ കീഴിൽ ഈ മക്കാരുടെ സകലമാന പലിശ സമ്പ്രദായത്തെയും ഞാൻ ഇതാ വലിച്ചെറിയുകയാണ് സഹാബ. അവ്വലുർ റിബാ റിബൽ അബ്ബാസ്. ആദ്യമായി ഞാൻ എന്റെ കാലിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്ന പലിശ സമ്പ്രദായം എന്റെ പിതൃവ്യനായ ഇളയാപ്പയായ കൊച്ചാപ്പയായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിന്റെ പലിശ സമ്പ്രദായത്തെയാണ് ഞാനിതാ പുറങ്കാലുകൊണ്ട് വലിച്ചെറിയുകയാണ്. സഹാബത്തേ, ഒരാള് പോലും ഇനി ഖിയാമത്ത് നാൾ വരെ ആരാന്റെ മുതൽ പലിശയുടെ ഒരു രൂപയെങ്കിലും ഭക്ഷിക്കരുതേ, ഭക്ഷിക്കരുതേ, ഭക്ഷിക്കരുതേ. അതിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കല്ലേ. നമ്മുടെ ബീജത്തിൽ ജനിച്ച മക്കൾക്ക് കൊടുക്കല്ലേ, ആലിമീങ്ങൾക്ക് കൊടുക്കല്ലേ, ഇൽമ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക് കൊടുക്കല്ലേ, സലാത്ത് ചൊല്ലുന്ന കുഞ്ഞു മക്കൾക്ക് കൊടുക്കരുതേ, ഫഖീറന്മാർക്ക് നൽകല്ലേ, മിസ്കീന്മാർക്ക് നൽകല്ലേ. അല്ലാഹുവിന്റെ റസൂല് പരിശുദ്ധമായ മക്ക മുകറമയിൽ നിന്നുകൊണ്ട് ഹിജാസിന്റെ മണ്ണിൽ നിന്ന് പലിശ സമ്പ്രദായത്തെ വലിച്ചെറിഞ്ഞപ്പോ അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കണക്ക് മുഴുവനും എടുക്കുകയാ. എനിക്ക് മക്കക്കാര് നൽകാനുള്ള പലിശ സമ്പ്രദായം ദിർഹമുകളും ദിനാറുകളുടെയും കണക്ക് വെച്ച് കൂട്ടിയിട്ട് ഇന്നത്തെ ചരിത്രമെടുത്ത് ഇന്നത്തെ സ്വർണ്ണവിലയൊന്ന് തട്ടിച്ചു നോക്കിയാൽ 8.5 കോടി രൂപയാണ് പലിശ ഇനത്തിൽ മാത്രം അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് കിട്ടാനുണ്ടായിരുന്നത്. 8.5 കോടി രൂപ. 8.5 കോടി രൂപ. 8.5 ലക്ഷം അല്ല, 8,000 റുപ്യ അല്ല, 8.5 കോടി രൂപ പലിശ ഇനത്തിൽ മാത്രം കിട്ടാനുള്ളത്. ആർക്ക്? അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രഖ്യാപനം വന്നപ്പോ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇനി എനിക്ക് പലിശയുടെ മുതൽ വേണ്ടേ വേണ്ട, പലിശയുടെ മുതൽ വേണ്ടേ വേണ്ട. കോടികൾ കിട്ടിയാലും ആ പലിശയുടെ മുതൽ അല്ലാഹു റസൂലും നിരോധിച്ചിരിക്കെ എന്റെ ആമാശയത്തിൽ പോകരുതേ. ഞാനത് സൂക്ഷിക്കുകയാണ്, ഞാനത് വലിച്ചെറിയുകയാണ്. തീർന്നു. പലിശ സമ്പ്രദായത്തെ വലിച്ചെറിഞ്ഞു. 8.5 കോടി. താല്പര്യമുണ്ടോ കളയാൻ? കോടി തിന്നാലോ ഈ പലിശ തിന്നാലോ? പലിശ തിന്നിട്ട് നിസ്കരിക്കാൻ വന്നിക്കും. നിസ്കാരത്തിൽ എന്താ ഈ ഖൗഫ്? ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്, ആർക്കൊക്കെ ഇനി വാങ്ങണം, ഇന്നലെ ആരുടെ വാങ്ങി, ഇന്നലെ വാങ്ങിയില്ല, മറന്നുപോയവരെ ഓർക്കാനാണ്. അല്ലാഹു അക്ബർ. നിസ്കരിക്കാൻ കൈകെട്ടി അപ്പോഴേ ഓർമ്മ വരും, കറക്റ്റ് ഓർമ്മ വരും, പെട്ടെന്ന് ഓർമ്മ വരും. അപ്പൊ ഓർക്കും, ഔക്കറിച്ച് തരാറുണ്ട്, 6 റുപ്യ ഔക്കറിച്ച് അടക്കുന്ന നേരെ പോകും. ഇപ്പൊ എന്താ സംഭവം? ഒരു ഹദീസ് കൂടെ കേട്ടോ. ഇന്ന ശാബ ഇദാ തഅബ്ബദല്ലാഹ. ഒരു ചെറുപ്പക്കാരനായ മനുഷ്യൻ. എന്റെ സഹോദരിമാരൊക്കെ ശ്രദ്ധിക്കണം. നിങ്ങളുടെയൊക്കെ കുടുംബത്തിൽ ആരെങ്കിലും പലിശക്കാരുണ്ടെങ്കിൽ, ഭർത്താവാകട്ടെ, വാപ്പാകട്ടെ, സഹോദരങ്ങളാകട്ടെ, അവർ കോടികൾ ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾക്ക് തന്നാലും പലിശ ഇനത്തിൽ വല്ലാഹി സത്യം കഴിക്കരുത്. ഈ ഹദീസ് കേട്ടോ, ഈ ഹദീസ്